വീടിനോട് ചേർന്ന് 10 പശുക്കളെ വളർത്തി വളരെ ലാഭകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ക്ഷീര കർഷകനെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇദ്ദേഹം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പാലിൽ 75 ലിറ്ററും വീടുകളിലാണ് കൊടുക്കുന്നത്. വളരെ ലാഭകരമായിട്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോയുടെ മറ്റൊരു പ്രത്യേകത, ഇദ്ദേഹം ഇവിടെ ഫാമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാമിലെ ജോലി എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഇദ്ദേഹം ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയുടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു കർഷകൻ 10 പശുക്കളെ വളർത്തി സുഖമായി ജീവിക്കുന്നത്, ആ ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഈ ഒരു വീഡിയോ മറ്റു ആളുകളിലേക്ക് എത്തിക്കാനും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയ്ക്ക്. എൻ്റെ പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് സജീവ്. ഓക്കെ, നമ്മുടെ സ്ഥലം അപ്പോൾ എവിടെ? ഉളനാട്, അതായത് പറവൂര് ഭാഗത്ത്, നമ്മുടെ കളമശ്ശേരി നിയോഗമണ്ഡലമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഉളനാട്, ശരി, വരാപ്പുഴ പിയു. ഓ അങ്ങനെയല്ലേ. ശരി, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് എത്ര പശു ഉണ്ട് ചേട്ടാ ശരിക്കും? എനിക്ക് 10 പശുവുണ്ട്. ശരി, 3 കിടാക്കളുണ്ട്. കിടാക്കളെയൊക്കെ നമ്മൾ പറമ്പിൽ കൊണ്ട് ഇടും. അങ്ങനെയല്ലേ. അപ്പോൾ അതിങ്ങനെ വൈകുന്നേരവും കാലത്തും തീറ്റ കൊടുത്താൽ മതി. ആ വെള്ളം കുടിച്ച് അങ്ങനെ കിടന്നോളും. ഏകദേശം ഒരു 4 വർഷം മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു അല്ലേ? ചെയ്തിരുന്നു. അന്നത്തേക്കാളും ഇപ്പൊ പശു ഒന്ന് കുറച്ചൊക്കെയാണ്. കാരണം അന്ന് പശു ഉണ്ടായി, പക്ഷെ ഇപ്പൊ ഈ വൈഫ് സുഖമില്ലാതെ വന്നതിന്റെ പേരിൽ നമുക്ക് ആസ്പത്രിയിൽ നിന്ന് നമ്മ രക്ഷപ്പെട്ട് പറഞ്ഞേ. അതെ അതെ അതെ. അവിടെ 5-6 ലക്ഷം രൂപയായി. അപ്പൊ എല്ലാം കൂടി നമുക്ക് താങ്ങാൻ പറ്റാതെയായി. പിന്നെ ഞാനിവിടെ ഇല്ലാതെ വന്നപ്പോ പശുക്കൾക്ക് കംപ്ലൈന്റ് ആയി. ഈ കറവക്കാരല്ലേ നോക്കണതൊക്കെ. ഇപ്പൊ കറവക്കാരുണ്ടോ? അവനുണ്ട്. അവൻ വരുമ്പോഴേക്കും 1:30 ആകുമ്പോഴേക്കും ഞാൻ പാല് കറന്ന് പാക്ക് ചെയ്യും കൊടുക്കാനുള്ളത്. ഓ അങ്ങനെയാണോ? ഡയറി കൊടുക്കണ്ടേ, കുറച്ച് ഡയറി കൊടുക്കണം. അവര് വന്ന സമയത്തൊന്നും നമുക്ക് ശരിയാവൂല. അപ്പൊ കറവക്കാരൻ വന്നിട്ട് അപ്പൊ ഇവിടെ വലിയ റോളില്ല. കറവക്കാരൻ കാലത്ത് നമ്മ പഠിക്കാതെ ഈ മേഖല കൊണ്ടുപോയി നടക്കാൻ പറ്റില്ല. നമ്മള് കറന്ന് പഠിക്കാതെ ഇതിനെ നമുക്ക് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് ആള് വരുന്നില്ലെങ്കിൽ അന്വേഷിച്ച് നടക്കാൻ പറ്റൂല. ഇപ്പൊ ശരിക്കും എത്ര വർഷമായിട്ടാണ് ഈ ഒരു മേഖലയിലോട്ട് നമ്മൾ വന്നിട്ട്? ഞാൻ 17-18 കൊല്ലമായി. ഓക്കെ, 18 കൊല്ലം മുമ്പാണ് ചേട്ടൻ ആ ഒരു വയ്യാണ്ടായിട്ട്? ഞാൻ സർജറിയെ കഴിഞ്ഞ് പിന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാതെ നമ്മ ഇങ്ങനെ ചെയ്തു. ശരി ശരി ശരി. അപ്പൊ ഒരു കൈത്തൊഴിൽ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മ ഈ പറഞ്ഞ പോലെ പട്ടിണി പോകൂലേ, പണിക്ക് ഇനി പോകാൻ പറ്റില്ല. അതെ അതെ. എന്ന് പറഞ്ഞാൽ അതിന്റെ പുകയെ നമുക്ക് പിടിക്കൂല. ശരി, ശ്വാസം മുട്ട് വരും. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ ഇതിനകത്ത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഇതായി ഫീൽഡാണ്. അതുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത്, അതുങ്ങളെ നോക്കി അപ്പൊ ഒരു പാലനോകം നടത്തി ആ പുല്ലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ നമുക്കൊരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. ശരി ശരി. അപ്പൊ ഇപ്പൊ എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും ഇവിടെ വരുമ്പോ ഉള്ള ഒരു അതാണ് അതിന്റെ ഒരു ഗുണം. നമ്മ ഏതൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെ വന്ന് ഇത്തിരി തീറ്റ കൊടുത്തു കഴിയുമ്പോഴേക്കും അതുങ്ങളെ നമ്മളെ നക്കലും പിടിക്കലും ഒക്കെ വരുമ്പോ ഉള്ള ഒരു ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ 17 വർഷം മുമ്പ് ആ ഒരു തുടക്ക കാലഘട്ടം അതെങ്ങനെയായിരുന്നു കേട്ടോ, ഒന്ന് പറയാമോ? തുടക്ക കാലഘട്ടം ഞാൻ വണ്ടി ഓടിക്കുമ്പോ ഒരു കിടാവിനെ നമുക്കൊരു കറവക്കാരൻ വാങ്ങിച്ചു തന്നു. കിടാവ് എന്ന് പറഞ്ഞാൽ എത്ര മാസം? ഒരു ചെറിയ ഒരു 4-5 മാസമായ ഒരു കിടാവ്. അത് ഞാനിവിടെ കൊണ്ടുവന്നിടും. അപ്പൊ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നു. അപ്പൊ ഞാൻ വരുമ്പോ ഈ പുല്ല് കാണുമ്പോ ഓടൂടെ ഒക്കെ കിടക്കണ കാണുമ്പോ ഞാൻ ഈ ഒരു അരിവാള് ഈ വണ്ടിയിൽ വെച്ചിട്ടുണ്ടോ? എന്നിട്ട് അത് പുല്ല് വരിഞ്ഞിട്ട് ഞാനിവിടെ വന്നുകൊണ്ട് ഈ കിടാവിനെ ഈ വണ്ടിയുമ്പോ കെട്ടിയിടും. എന്നിട്ട് തുറന്നിട്ട് കൊടുക്കും. അതിനാവശ്യമുള്ളത് തിന്ന, ബാക്കിയുള്ളത് കളയാം. പുല്ല് നമുക്ക് ഇഷ്ടം പോലെ കിട്ടുമല്ലോ. അപ്പൊ അത് പറ്റി കഴിഞ്ഞപ്പോ നമ്മ പിന്നെ ഒരെണ്ണം വാങ്ങിച്ച്, പിന്നെ അത് കഴിഞ്ഞ് വാങ്ങിച്ച് 10 ആയി എന്ന് പറഞ്ഞാൽ വാങ്ങിച്ച് 10 വാങ്ങിച്ചും പിന്നെ നമ്മുടെ ഇവിടെ കിടാവ് പറ്റതും ഒക്കെ ആയിട്ടൊക്കെ 10 ആയി. അത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ വിൽപ്പന പരിപാടി ഉണ്ടായി. പശുക്കളെ നമ്മ മേടിച്ച് തമിഴ്നാട് പോയി ഈ റോഡ് മാർക്കറ്റിൽ പോയി വാങ്ങിച്ച് ഒക്കെ കൊണ്ടുവന്ന കൊടുക്കുമായിരുന്നു. അതൊക്കെ നമുക്കേ പറ്റിക്കാൻ പഠിച്ചെങ്കിൽ മാത്രമേ പശുവിനെ വിൽക്കാൻ പറ്റൂ. 10 ലിറ്റർ പാലുണ്ടെങ്കിൽ 12 ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത് കാരണം ഞാൻ അത് നിർത്തി. ആ പരിപാടി വേണ്ട, നിർത്തി. ഈ കാണുന്ന പശുവിന് ഇപ്പൊ എത്ര കിലോ നമ്മൾ? 4 കിലോ പെല്ലറ്റും കൊടുക്കും. 1 കിലോ സ്പാർക്ക് എന്ന് പറഞ്ഞ സാധനം, പിന്നെ കാൽസ്യത്തിന്റെ സിറപ്പും കൊടുക്കും. അത് ഞാൻ എല്ലാ ദിവസവും അത് കൊടുക്കും. അത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പാല് കിട്ടൂല. ശരി, ഈ പറയുന്ന സിറപ്പ് അത് കാലത്തും ഉച്ചയ്ക്കും കൊടുക്കുമോ അതോ കാലത്തും വൈകിട്ട് മാത്രം?
അത് നമ്മൾ ഈ തീറ്റയിൽ തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇത് കണ്ടില്ലേ, ഇത് നമ്മള് ഒരു 5-10 ലിറ്റർ കൊണ്ടുവരും. ഒരു 100 മില്ലിയാണ് ഒരു നേരം ഒഴിച്ചു കൊടുക്കും. ഓ അങ്ങനെയല്ലേ. അപ്പൊ അതുങ്ങളുടെ ഈ പറഞ്ഞവരെ അതുങ്ങൾക്ക് കാൽസ്യക്കുറവൊന്നും പറ്റില്ല. ഓക്കെ, അങ്ങനെ ശരി. അല്ലെങ്കിൽ ഈ പറഞ്ഞവരെ കാൽസ്യക്കുറവ് വരും. ഓ അതല്ലേ. തീറ്റയിൽ വല്ല പരീക്ഷണമൊക്കെ നടത്തിയിട്ടുണ്ടോ? പരീക്ഷണം നടത്താൻ പറ്റില്ല. നമ്മളിപ്പോ ഈ സൈലേജ് ഞാനൊരു 5 ചാക്ക് എടുക്കും ഒരാഴ്ചത്തേക്ക്. സൈലേജ് ഉണ്ടല്ലോ അപ്പൊ അല്ലേ? സൈലേജ് ഉണ്ട്. സൈലേജ്, ഈ സൈലേജ് എവിടെ നിന്ന് പുല്ലുണ്ട്, സൈലേജ് ഉണ്ട്. അത് ഇവിടെ ഒരു പാർട്ടി കൊണ്ടുതന്നെയാണ്. അത് 15 രൂപ റേറ്റ് ആണ്. പക്ഷെ നമുക്ക് 8 രൂപ തോത് ഒക്കെ വരുള്ളൂ. ഇപ്പൊ അവര് കൊണ്ടുവന്ന് തന്നത് 15 രൂപ തോതിലാണ്. ഓ അങ്ങനല്ലേ. അപ്പൊ അത് നമുക്ക് ശരിക്കും പറഞ്ഞാല് നഷ്ടമാണ്. പിന്നെ ഈ ചൂടത്ത് നമ്മ ഇത് കൊടുക്കുമ്പേ ഈ പശുക്കൾക്ക് പാല് കുറയൂല. സൈലേജ് ഒരു നേരം ചോളമാണല്ലോ. അതെ അതെ അതെ, ഇതിനകത്തുള്ളത് ചോളമാണ്. അതെ അതെ. അപ്പൊ നമ്മള് അത്യാവശ്യം നല്ല ചോളാണ്. ഇത് കണ്ട, ഇത് അവര് അങ്ങനെ തന്നെയാണ് ഇത് വെട്ടി നുറിക്കുന്നത്. ഈ ചോള ഇതിനകത്തുണ്ടേ. അപ്പൊ പാലിന് കുറവ് വരൂല. അല്ലെങ്കിൽ ചൂടത്തൊക്കെ നമ്മുടെ പാലൊക്കെ പോകും, വേറെ പശുവിനെ മേടിക്കണം. ഇത് ഈ പറഞ്ഞ ചൂടത്ത് എങ്ങനെ പാല് കുറയണമെന്നില്ല? കുറയും. ഇപ്പൊ ഈ സമയത്തൊക്കെ പശു ഒരു 10-12-14 ലിറ്റർ പാലൊക്കെ കിട്ടുന്ന പശുക്കള് ഒന്നും ആ പാല് നമുക്ക് പറ്റി കഴിഞ്ഞാൽ ഉണ്ടാവൂല. ഒരു 12 പോവോ? 12 വരുള്ളൂ. ഒരു 1-2 ലിറ്റർ എന്തായാലും കുറയും. ഇപ്പൊ ഒന്നാമത്തെ ഭയങ്കര ചൂടല്ലേ. ഭയങ്കര ചൂടാണല്ലേ. ചൂടാണ്. ആ ചൂടത്ത് നമ്മ കിടന്ന്. പിന്നെ ഇവിടെയും കുറച്ചൊന്ന് ചൂട് കുറയും, കാരണം കുറച്ച് മരങ്ങളുള്ളതുകൊണ്ടെന്നോ അല്ലേ? ഞാനിവിടെ മൊത്തം നനക്കും. നനച്ച്. അങ്ങനെ. പിന്നെ ഈ മരത്തിന്റെ വളരെ ഈ ഇലഞ്ഞിയാണല്ലോ. അതെ 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 അതെ. അപ്പൊ ഇലഞ്ഞി ഈ പറഞ്ഞ ഒരു മരുന്നാണ്. ഈ കാണുന്ന മരം അല്ലേ? ഈ കാണുന്ന മരം ഇലഞ്ഞിക്ക് ഈ ഇലക്ക് നല്ല കട്ടിയുണ്ട്. സൂര്യപ്രകാശം താഴത്തേക്ക് ഇങ്ങനെ വിടൂല. അത് തങ്ങി നിർത്തുമ്പോ ഈ പറഞ്ഞവരെ ഇപ്പൊ ഇതിനകത്ത് വലിയ ചൂടില്ല അല്ലെ? ഇല്ല. ഇതിനകത്ത് വലിയ ചൂടില്ല. ചൂട് കുറവാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ 10 പശുവുണ്ട്. എത്രത്തോളം നമുക്ക് ഉത്പാദനം? അതായത് 10 എണ്ണത്തിൽ നമുക്ക് എത്ര എണ്ണം ഇപ്പൊ കറവേണ്ടേട്ടാ? എനിക്കിപ്പോ 10 പശുവും കൂടി ഒരു 80 ലിറ്റർ പാല്. അതായത് ഒരു 8 ലിറ്റർ ആവറേജ് വരുന്ന രീതിയിൽ നമുക്ക് ഉണ്ട് അല്ലേ? അത് കൂടുതലുള്ളതും ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് കുറയുന്നതിന് ശരി. നമ്മളപ്പോ വിൽപ്പന എങ്ങനെയാ? വീടുകളിൽ ഞാനൊരു 50 ലിറ്റർ പാല് കൊടുക്കണം. അടിപൊളി, കൊള്ളാം. അങ്ങനെ വേണം. ഒരു 10 ലിറ്റർ പാല് നമ്മള് ഡയറിയിൽ ഇളക്കണം. സൊസൈറ്റിയിൽ ഒരു കണക്ഷന് വേണ്ടി. ഞാൻ അവിടുത്തെ ഒരു മെമ്പറും കൂടിയാണ്. ഈ പറഞ്ഞ 50 ലിറ്റർ ഒക്കെ കൊടുക്കാൻ നമുക്ക് ചേട്ടന് ഒറ്റയ്ക്ക് സാധിക്കും? ഒരാളിവിടെ ഉണ്ട്. ആ പുള്ളി ഒരു 10 ലിറ്റർ പാല് പുള്ളി കൊണ്ടുപോകും. അതായത് 10 ലിറ്റർ മൊത്തമായിട്ട് കൊണ്ടുപോകും. ഞാൻ എങ്ങനെ വന്നാലും 3-3:30 ആകുമ്പോൾ ഞാൻ എഴുന്നേക്കും. എനിക്ക് കഴിഞ്ഞാല് അപ്പൊ തന്നെ നമ്മൾ ഇത്തിരി ചൂടുവെള്ളമൊക്കെ അവിടെ എടുത്ത് വെച്ച് നേരെ തൊഴുത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ 6:30 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് പോകും. ഈ പറഞ്ഞ 6:30 മണിക്ക് 6:30 മണിക്ക് എല്ലാ ദിവസവും പാക്കറ്റും ഉണ്ട്. വീടുകളിൽ കൊടുക്കാനായിട്ട് കുപ്പിയുണ്ട്. ആ കുപ്പിയിലും കൊടുക്കും. അത് എല്ലാവരും ഈ പറഞ്ഞ വൃത്തിയായിട്ട് തന്നവരാണെങ്കിൽ നമുക്ക് കൊടുക്കാം കുപ്പി. പക്ഷെ എല്ലാവരും വൃത്തിയായിട്ട് തരൂല. അതുകൊണ്ട് പാക്കറ്റാണ് കുറച്ചുകൂടി നല്ലത് നമ്മളെ സംബന്ധിച്ച്. പാക്കറ്റ് ആവുമ്പോ ഈ പറഞ്ഞാൽ നമ്മ ആ കുപ്പി എഴുതാൻ നടക്കണ്ട. ആൾക്കാരുടെ ധാരണ എന്ന് പറഞ്ഞാല് കുപ്പി കൊടുത്തു കഴിഞ്ഞാല് അത് അവരുടെ പാല് മാത്രം കൊടുക്കുക, അത് ക്ലീൻ ചെയ്യണ്ടെന്നുള്ളതാണ് അവരുടെ ധാരണ. നമ്മൾക്ക് ഈ പറഞ്ഞാല് ഇത് മുഴുവനും അതിനുള്ള സമയം നമ്മൾ നല്ല വിനയായിട്ട് കൊടുക്കണല്ലേ. അപ്പൊ അതേപോലെ അവര് വിനയായിട്ട് ഇങ്ങാട് തന്നില്ല കുറെ പേര്. അപ്പൊ അതും വലിയ പ്രശ്നമാണ്. അവരുടെ ആ കുപ്പി അവിക്കാൻ കൊടുക്കുള്ളൂ, വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റൂല. ശരി. ഓക്കെ. പിന്നെ നമുക്കിവിടെ ദിവസം എന്ത് തീറ്റ ചെലവ് വരുന്നുണ്ട് ചേട്ടാ? തീറ്റ കാശി ഈ പറഞ്ഞാല് മൊത്തം ഒരു 12,000 രൂപ പുല്ലിന് വരും. ഈ പുല്ല് അത് 1500 രൂപയാണ് ഒരു വണ്ടി ഇവിടെ കൊണ്ടുവന്ന് തന്നത്. അങ്ങനെ വെട്ടിക്കൊണ്ട് തരാനല്ലേ അവര് ഇവിടെ കൊണ്ടുവന്ന് അവര് അടിച്ചു തരും. വെട്ടിക്കൊണ്ട് തരാണ്. പുഴയെന്ന് വെട്ടണ പുല്ലാണ്. അങ്ങനെ. അപ്പൊ നല്ല വെള്ളവുമുണ്ട്. പക്ഷെ ഇതിപ്പോ ഈ തവണ കരയിൽ നിന്നാണ് അവര് പുല്ല് കൊണ്ടുവന്നത്. കാരണം വലിയ പച്ചരി ഡ്രൈ ആയിട്ടല്ലേ? ഡ്രൈ ആയിപ്പോയി. അപ്പൊ നമുക്ക് ഈ പറഞ്ഞവരെ പാലിനും അത് ഇത്തിരി കുറവായിട്ട് പോകും. ഈ വെള്ളം കൂടുതലുള്ള പുല്ലുണ്ടെങ്കിൽ മാത്രമേ വൈക്കോല് കൊടുത്താൽ പാല് കിട്ടൂല. ഇല്ല. ഇത് വരാതെ ഇരിക്കുമ്പോ കൊടുക്കാൻ വേണ്ടിയാണ് ഈ വൈക്കോല് നമ്മള് കരുതണത്. സ്റ്റോക്ക് ചെയ്ത് വെച്ചാണല്ലേ? അല്ലെങ്കിൽ നമ്മ വൈക്കോല് കൊടുത്തിട്ട് പാല് കിട്ടൂല. നമുക്ക് ഈ പൊടിത്തവിടും പെല്ലറ്റും കൂടി വരുമ്പോ എത്രത്തോളം ചെലവ് വരും നമുക്ക്? ഇതിന് തന്നെ ഒരു 55 രൂപയോളം വരും ഈ പെല്ലറ്റിന്. ഇപ്പൊ 55,000 വരും നമുക്ക്. ശരി. മന്ത്ലി തന്നെ ഉണ്ട്. പിന്നെ ഇതിന് ഒരു 10-25 രൂപയോളം
ഫൈബറിനും വരും. ഫൈബർ അപ്പൊ തന്നെ നമുക്ക് 80. പിന്നെ ഇതെത്ര പറഞ്ഞ 10, അത് 12,000 വരും. പിന്നെ കാൽസ്യം എല്ലാം കൂടി വരുമ്പോ 1,00,000 അടുത്ത് വരില്ല. കാൽസ്യം നമുക്ക് എങ്ങനെ വന്നാലും ഒരു 2,500. ആ പണിക്കാരന് എന്ത് കൊടുക്കണം നമ്മള്? പണിക്കാരന് ഒരു 7,000 രൂപ 7,500 രൂപയോളം പണിക്കാരന് കൊടുക്കും. നമ്മുടെ മന്ത്ലി മൊത്തത്തിൽ ചെലവ് പറഞ്ഞാൽ 1,00,000 രൂപയാണ് ചെലവ്. വരും. അടിപൊളി. ഓക്കെ, 1,00,000 രൂപ. അതായത് നമുക്കിപ്പോ 10 പശു ഉള്ളെങ്കിലും 1,00,000 രൂപ ചെലവ് വരും. നന്നായിട്ട് നമ്മൾ തീറ്റ കൊടുത്ത് നമ്മൾ പുറത്തു കൊണ്ടുപോയി കെട്ടണമെങ്കിൽ പുല്ലിന്റെ ആവശ്യമില്ല, നമ്മൾ വാങ്ങണ്ട. അപ്പൊ 12,000 രൂപ നമുക്ക് വരും. ഈ സൈലേജും വേണ്ട. അതായത് നമുക്കിപ്പോ തൊഴുത്തിൽ നിന്ന് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് നമ്മള് ഇപ്പൊ എല്ലായിടത്തും കൊണ്ടുപോയി കെട്ടാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എല്ലാവർക്കും താല്പര്യമില്ല. പശുവിനെ നമ്മുടെ പുറകിൽ കെട്ടണം എന്നുള്ളൊരു താല്പര്യക്കാരില്ല. പിന്നെ ഒരു 60-70 സെന്റ് സ്ഥലം എനിക്ക് അവര് തന്നിട്ടുണ്ട്. ഒരു പാർട്ടി പശുവിനെ അഴിച്ചുവിടാൻ വേണ്ടി മതല് കെട്ടി തന്നതാണ്. അങ്ങനെ. അപ്പൊ അതിനകത്ത് ഇപ്പൊ ചൂട് കൊണ്ട് നമുക്ക് വിടാൻ പറ്റില്ല. 10 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ഭയങ്കര ചൂടാണ്. എന്നാലും 2 ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവര് ഈ പറഞ്ഞവരെ അവർക്ക് ഒരു ഞാനിത് ഇത്ര ചെയ്ത് കൊടുത്തിട്ട് അവര് നല്ല ആൾക്കാരാണ്. അതിന്റെ പേരിലാണല്ലോ അവര് ചുറ്റും മതിൽ കെട്ടി തന്നത്. അല്ലെങ്കിൽ ആരും തരൂല. ഈ പറഞ്ഞ പാല് പുറത്ത് കൊടുക്കുന്നത് എത്ര രൂപയ്ക്കാട്ടോ നമ്മള്? ഞാനിപ്പോൾ 65 രൂപക്കാണ് പാല് കൊടുക്കുന്നത്. കാലത്ത് 50, ഉച്ചക്കൊരു 25 വീടുകളിൽ ഓളം ഉച്ചക്ക് കൊടുക്കും. മൊത്തം അപ്പോൾ ഒരു 70-80 ലിറ്റർ വരും. 75 ലിറ്റർ പാലോളം നമ്മൾ സപ്ലൈ ഉണ്ട്. പിന്നെ കുറച്ച് ഡയറിയിൽ അങ്ങനെ മുട്ടിനാ ഡയറിയിൽ അളക്കും. പിന്നെ ഈ കൊങ്ങോർപ്പള്ളിയിൽ അവിടെ അളക്കും. നമ്മൾ വീട് തന്നെയാണ്, നമുക്ക് പശുവിൻ്റെ കൂടെ നിൽക്കാം, വീട്ടിലെ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ 1,00,000 രൂപ നമ്മൾ തീറ്റ ചെലവും നമ്മുടെ പണിക്കാരന് കൊടുത്തിട്ടും 1,00,000 രൂപയുടെ ആ ഒരു ചെലവ് കൊടുത്തിട്ടും ബാക്കി നമുക്ക് അത്യാവശ്യം പിടിച്ചു നിൽക്കാവുന്ന നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ലോൺ ഉണ്ടല്ലോ, ലോണുണ്ട്. അപ്പൊ ലോണില് നമ്മള് പൈസ അടക്കണം, ചിട്ടിയിൽ അടക്കണം. നമ്മുടെ കയ്യിൽ ഈ 20-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അത്ര ദിവസം നമ്മുടെ കയ്യിൽ അത്യാവശ്യം പൈസ നമുക്ക് റോൾ ചെയ്യാനൊക്കെ ഉണ്ടാവും. 22-25-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും നമ്മള് പിന്നെ പഴയ കണ്ടീഷനാണ്. തൊഴിലുറപ്പ് പദ്ധതിയില് ചേർത്ത് കഴിഞ്ഞാല് നമുക്ക് 35,000 രൂപ 100 തൊഴിലിന്റെ കാശ് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ മിക്ക നഗരസഭകളിലും വന്നു തോന്നുന്നുണ്ട്. നഗരസഭയിലൊക്കെ ഉണ്ട്, അങ്കമാലിലുണ്ട്, വേറെ ഏലൂരുണ്ട്. ഇന്നിപ്പോ സാറ് പറഞ്ഞ് അത് നമ്മുടെ പഞ്ചായത്തില് ഇപ്പൊ ഗ്രാമസഭയൊക്കെ കൂടുമ്പോ നിങ്ങള് അത് സംസാരിച്ചാല് അതെല്ലാവരും ഇങ്ങനെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോ ആൾക്കാര് ചെയ്യാതിരിക്കാൻ പറ്റൂല. ഉദ്യോഗസ്ഥന്മാർക്കേ അത്തരത്തിലൊരു സഹായങ്ങളും കിട്ടുകയാണെങ്കിൽ അടിപൊളിയായി അല്ലേ? 35,000 രൂപ കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞവരെ നമുക്ക് ഈ പറഞ്ഞവരെ ഒരു വരുമാനം വേറെ ആയല്ല. അപ്പൊ എല്ലാവരും ശരിക്കും പറഞ്ഞാല് ഒരു 10 പശു വെച്ച് വളർത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ പാലിന്റെ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞ പാലുകളൊക്കെ അവിടെ നിൽക്കും. അവസ്ഥയില് പശുവിനെ വളർത്താൻ ആളില്ല, പണിയാൻ ആളില്ല. പിന്നെ ഫാമില് പണിക്ക് ആളെ കിട്ടാൻ 3 നേരം പണിയണ്ടേ. ഈ ജോലി എന്ന് പറഞ്ഞാല് നമ്മ വെളുപ്പിന് 3 മണിക്ക് കണ്ടിട്ട് ഇച്ചിരി നേരം ഇരിക്കാൻ പറ്റൂല. 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. എത്ര മണി വരെ, അതായത് വൈകിട്ട് എത്ര മണി വരെ നമ്മളിവിടെ ഈ ഫാമിലുണ്ടാവും? ഞാനിഞ്ഞ് ഈ പാല് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു 1.5 മണിക്കൂർ ഒന്ന് കിടക്കും. കിടന്നു കഴിഞ്ഞാൽ എനിക്ക് വന്ന് ഈ സൈലേജൊക്കെ ഇട്ട് കൊടുക്കും. ചാണാൻ വാരും. അതിൻ്റെ സൈലേജ് അപ്പൊ വൈകിട്ടാ കൊടുക്കണം അല്ലേ? വൈകിട്ടാ കൊടുക്കണം, ഒരു നേരം കൊടുക്കുള്ളൂ. അപ്പൊ ആ പശുവിന്റെ ചാണാനൊക്കെ വാരി അതിനെ കുളിപ്പിച്ച് വെള്ളവും കൊടുത്ത് അത് കഴിയുമ്പോ നമ്മ ഇത്തിരി നേരം ഫ്രീ ആയി. അത് കഴിഞ്ഞ് പിന്നെ 9 മണിയാകുമ്പോ വന്ന് പിന്നെ ഒന്നുകൂടി ഒന്ന് കഴുകും. അത് കഴുകി അതിനെ തീറ്റ എടുത്ത് വെച്ച് നാളെ വെളുപ്പിന് വെക്കണമെങ്കിൽ ഇന്ന് തീറ്റ എടുത്ത് വെച്ചാലേ നമുക്ക് ഈ പണി ഓടുള്ളൂ. അപ്പൊ ഇന്ന് തീറ്റയൊക്കെ എടുത്ത് വെക്കും. ഇങ്ങനെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഈ പറഞ്ഞാല് നമ്മള് ഒരു സ്ഥലത്ത് പോയി നിക്കാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല. നമ്മുടെ വീട്ടിൽ തന്നെ വേണം എപ്പോഴും. നമ്മള് വീട്ടിൽ തന്നെ വേണമെന്ന് പറഞ്ഞാല് പശുവിന്റെ പണി എന്ന് പറഞ്ഞാല് നമ്മള് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. പിന്നെ അതാണല്ലോ എല്ലാവരും അത് എടുക്കാത്തത് അല്ലേ എന്ന് പറഞ്ഞാൽ ഇത്തിരി ചാണാനാവും, ഇത്തിരി മൂത്രമാവും. ഇതൊക്കെ അയിത്തം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് നടക്കൂല. ഇത്തരത്തില് 10 പശുവിനെ വളർത്തിയാലും നമുക്ക് ജീവിക്കാം അല്ലേ? ജീവിക്കാം. നമ്മള് സ്വന്തമായിട്ട് പണിയണില്ല. നമ്മള് വേറൊരു ആളെ നിർത്തിയാൽ 25,000 രൂപ അവർക്ക് കൊടുക്കണം. അവർക്ക് ഈ ചോറും പിന്നെ അവരുടെ കാര്യങ്ങളെല്ലാം റൂമും ഇതൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റൂലല്ലോ. ഇതേ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 10-25 പശുവെങ്കിലും വേണം നമുക്ക്.
എന്നാലും അവരെ നോക്കണമെങ്കിൽ നമ്മ അപ്പോഴും നമ്മ നോക്കണം. ഈ പറഞ്ഞ അവന്മാര് ഒന്നും കറക്റ്റ് ആവൂല. ഈ പശുവിന് അസുഖം ഉണ്ടെങ്കിൽ അവരറിയൂല, പറയൂല, അവർക്കറിയില്ല. അതെ അതെ. നമ്മളെന്ന് പറഞ്ഞാൽ ഒരു പശു തീറ്റെടുക്കാത്ത എന്താണ്, അപ്പൊ തന്നെ എന്റെ അടുത്ത് മരുന്നുണ്ട്, അല്ലെങ്കിൽ ഡോക്ടറെ വിളിക്കും. അപ്പൊ ഡോക്ടറോട് വരും. ഞാൻ വിളിച്ച അപ്പൊ തന്നെ നമ്മുടെ ഡോക്ടറോട് എത്തിയിരിക്കും. ആണല്ലേ. ഇത്ര നാളത്തെ അനുഭവത്തില് ശരിക്കും ഈ പശുവിനെ വളർത്തുമ്പോൾ പശുവിന്റെ രോഗം എന്താണ്, അതിന് പറ്റിയ മരുന്ന് എന്താണ് എന്നൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ? അത് ഇപ്പൊ ഈ നമ്മുടെ പശുവിന്റെ അസുഖം എന്താണ്, നമ്മൾക്ക് ഇപ്പൊ ഇന്ന് തീറ്റ എടുത്തില്ല, ചിലപ്പോ പനി കൊണ്ടാവാം, ചിലപ്പോ വയറിന്റെ വല്ല പ്രശ്നം കൊണ്ടാവാം. അപ്പൊ തന്നെ നമുക്ക് ടെമ്പറേച്ചർ നോക്കണം. ആ സാധനം നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ എടുത്ത് നോക്കി പനി ഉണ്ടെങ്കിൽ നമ്മ ഒരു ഗുളിക നമ്മുടെ അടുത്തുണ്ട്, അത്യാവശ്യത്തിനുള്ള മരുന്ന് നമ്മുടെ അടുത്തുണ്ട്. എന്നാലും അതും കൊടുത്തിട്ട് മാറിയില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ എന്തായാലും വിളിക്കും. മരുന്ന് നമുക്ക് എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ആണല്ലേ. ഇതിനകത്ത് ഒരുവിധമുള്ള എല്ലാത്തിന്റെയും മരുന്ന് നമ്മുടെ അടുത്തുണ്ട്. എല്ലാം ഉണ്ട്. അത്യാവശ്യത്തിനുള്ള മരുന്നുകളെല്ലാം ഉണ്ട്. നമുക്കിപ്പോ അത്യാവശ്യത്തിനുള്ള മരുന്ന് എടുത്തു കൊടുക്കുമ്പോ തന്നെ അതുങ്ങൾ തീറ്റ എടുക്കും. ഈ പനി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മ അതിന്റെ ആ മരുന്ന് ഗുളിക 2 നമ്മ കൊടുക്കാം. ഇല്ലെങ്കിൽ അമ്മ അപ്പൊ തന്നെ ഡോക്ടറെ വിളിക്കും. ഡോക്ടർ ഇവിടെ അടുത്തുള്ളതാണ്. ആണല്ലേ. നല്ല സഹകരണമാണ്. അതാണ് നമുക്ക് ഡോക്ടർമാരെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞവരെ എപ്പോ വിളിച്ചാലും കിട്ടുമല്ലോ. രാത്രി ആണെങ്കിലും നമ്മൾ വിളിച്ചാൽ കിട്ടും. അകലെയുള്ള ഡോക്ടർമാരെ നമുക്ക് കിട്ടൂല. അത് ഇപ്പൊ രാത്രി വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഡോക്ടർ പാതിരാത്രി വിളിച്ചാലും ഡോക്ടർ റെഡിയാണ്. അപ്പൊ ഈ അത്തരത്തിലുള്ള ഡോക്ടേഴ്സിനെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ ചെറിയത്തുള്ളതാണ്. ഡോക്ടറുടെ പേര് അജിത്ത് എന്നാണ്. ഇപ്പോഴും ഡോക്ടർ അവിടെ ഉണ്ട്. ഞായറാഴ്ച സാധാരണ ഡോക്ടേഴ്സ് ഉണ്ടാവാറില്ല, പക്ഷേ ഈ ഡോക്ടർ ഞായറാഴ്ച ഉണ്ടാവും അല്ലേ? നമുക്ക് പേടിയില്ല. അങ്ങനെ ശരി. എന്തായാലും ഇവിടുന്ന് ഡോക്ടർ ഇനി മാറിപ്പോയാലും ഞാൻ ഡോക്ടർ മാറിപ്പോയാലും ഇപ്പൊ ഇനി എന്തെങ്കിലും വന്നാലും എന്ത് ചെയ്യും, അതിനെന്താ പ്രശ്നം നമ്മളോട് ചോദിച്ചില്ലേ. ശരി ചേട്ടാ. അപ്പേ ഈ തൊഴുത്തിൽ നിൽക്കുന്ന പശുക്കളെല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചതാണോ അതോ ഇവിടെ ഉണ്ടായവരാണോ? പുറത്തുനിന്ന് വാങ്ങിച്ച പശു ഒരെണ്ണ. ഈ പശു ഇതല്ലേ? ഇത് ഇവിടുന്ന് രണ്ടാമത് നിൽക്കുന്ന പശു. ശരി. ആ രണ്ടാമത് കൊമ്പുള്ള പശു. പിന്നെ വേറെയൊക്കെ നമ്മുടെ നാട്ടിലെ പശു തന്നെയാണ്. അതായത് നമ്മുടെ തൊഴുത്തിലുണ്ടായവരില്ല. തൊഴുത്തിൽ ഉണ്ടായ പശു ഇപ്പൊ ഒരെണ്ണം പുറത്തുണ്ട്. ഞാൻ സാധാരണ ക്ലാക്കളെ ഞാൻ അധികം നോക്കാറില്ല. എന്ന് പറഞ്ഞാൽ ചെലവ് കൂടുതൽ ഇതുങ്ങളെയും കൂടി നോക്കിക്കൊണ്ട് നമ്മ അതുങ്ങളെയും കൂടി പരിപാലനം നടത്താൻ പറ്റണില്ല. മനസ്സിലായ? അത് കാരണം ക്ലാക്കളിപ്പോ ഉള്ളത് ഇല്ല. ആ പറമ്പിൽ കൊണ്ട് ഞാൻ 2 നിർത്തിയിട്ടുണ്ട്. അതെനിക്ക് അതിനോട് ഒരു ഗിറിന്റെ മോഡലുള്ള കിടാവാണ്. അങ്ങനെ. അപ്പൊ ഒരു പശുവിനെ കിട്ടിയപ്പോ അതിന്റെ കിടാവ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നത് ഇവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പൊ തൊഴുത്തിലുള്ള പശുക്കളുള്ള കാലത്ത് എത്ര ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളായിട്ടാ? കാലത്ത് ഒരു 10-11 ഉള്ളത് ഉണ്ട്. പിന്നെ അതിൽ കൂടുതലൊന്നും വാങ്ങൂല. ഇപ്പൊ 3 മാസമൊക്കെ ആയി. നമുക്ക് 12 ലിറ്റർ പാലൊക്കെ ഉണ്ടായിരുന്നാണ്. ഇപ്പൊ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. 3 മാസം 4 മാസം 6 മാസം 8 മാസമൊക്കെ ആയ 1 വർഷമായ പശുക്കളുണ്ട്. അങ്ങനെയുണ്ട്. ഞാൻ പിന്നെ ഈ പറഞ്ഞ 1 വർഷമായ പശുക്കള് ചെന പിടിക്കാത്തതിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. ഇല്ല ഞാൻ നിങ്ങളെ കുത്തും വെച്ചിട്ടില്ല. എന്ന് പറഞ്ഞാല് ഞാനത് ഇടക്കറവൊക്കെ കൊടുക്കും. അങ്ങനെയാണോ? ഇപ്പൊ ഇതൊക്കെ ഒരു 10 മാസത്തിന് മേലെ ആയിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പൊ ഞാനത് ഇപ്പൊ ഒരു പാലെന്തോരം ഇപ്പൊ ഒരു 7-7.5 ലിറ്റർ പാലുണ്ട്. 6 താഴോട്ട് വരുമ്പോ ഞാനത് ഇടക്കറവ് കൊടുക്കും. ശരി. അതായത് കാലത്തെ 7 ഒരു 3.5 ഒരു 11 പാല് കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ നഷ്ടത്തിൽ പോകൂല. അതിലും താഴ്ന്നു പോകുമ്പോഴാണ് നമ്മള് നഷ്ടത്തിൽ പോകണം. അപ്പൊ നമ്മ അതിനാ ഈ പറഞ്ഞ പോലെ കൊടുത്തിട്ട് വേറെ ഒരു പെറ്റ വശം കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് പാല് ഇത് ചെയ്യാൻ പറ്റില്ല. തീറ്റ നമുക്ക് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാല് വേണമല്ലോ. ഈ കാണുന്ന ജേഴ്സിനെ എവിടെ നിന്ന് വാങ്ങിച്ചേട്ടാ? ഇത് ഈ നീർക്കോട് ഒരു ഫാം നിർത്തി. ഈ കാണുന്ന ഇത് 10 പശു ഉണ്ടായി. അത് നീർക്കോട് ഉണ്ടായതാണ്. നീർക്കോട് ഈ പറഞ്ഞ പോലെ പശു പെറ്റിട്ട് അവര് കുത്തുവെച്ച പശുവാണ്. ഇപ്പൊ 3 മാസം ചെനയാണ്. അതിന്റെ കുഞ്ഞാണ് നിക്കണ. അവിടുന്ന് രണ്ടാമത് നിക്കണതല്ലേ? അത് ഈ പറഞ്ഞ പോലെ 2 കൂടി ഞാൻ എടുത്ത്. 2 കൂടി അല്ല എടുത്തത്, മൊത്തം ഞാൻ അവരുടെ വില എടുത്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ 2 ഞാൻ എടുത്തോളൂ. ബാക്കിയൊക്കെ കറവക്കാരൻ തന്നെ അവരുടെ ഒരു
കച്ചവടക്കാരനുണ്ട്. ശരി ശരി. ആ പാർട്ടിക്ക് കൊടുത്ത് അത് അവൻ കൊണ്ടുപോയി ഏലൂര് കൊണ്ടുപോയി എല്ലാത്തിനെയും വിറ്റി. ഇപ്പോഴത്തെ അവസ്ഥയിൽ 17 വർഷമായിട്ട് ഇപ്പൊ ചേട്ടൻ ഇത് കാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ പലപ്പോഴും നഷ്ടങ്ങൾ വരാം. ഇപ്പൊ പലരും നഷ്ടം വന്നിട്ടാണ് ഈ പൂട്ടി പോണത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചേട്ടനും ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. എനിക്ക് നഷ്ടം വമ്പിച്ച നഷ്ടം വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് നമ്മൾ പോയി എടുക്കാറില്ല. പോയി എടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ ഇവിടുന്ന് പോയാൽ ഇവിടുത്തെ പണിയൊക്കെ പറ്റും. ഞാൻ പോയിക്കൊണ്ടിരുന്ന വെച്ചാണ് ഞാൻ ഒക്കെ നിർത്തി. ഈ റോഡ് പോയി ഈ റോഡും ഈ പറഞ്ഞാല് ഈ സേലം പിന്നെ മറ്റേ പഴനി അവിടെയൊക്കെ പോയി എടുക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ പോവാറില്ല. നമ്മൾ ഇവിടുന്ന് പോവാതെ വരുമ്പോ അവര് തന്നെ പശു അവർക്ക് ഇവിടെ വെച്ച് നമ്മ പൈസ റെഡി കൊടുക്കല്ലേ. പോവാതെ നമ്മൾ ചിലപ്പോ വീഡിയോ കോളിലോ അല്ലെങ്കിൽ വീഡിയോ കോളിൽ കാണിച്ചു തന്ന് നമ്മ പശു എടുത്തിട്ട് കാര്യമില്ല, നമ്മളെ പൊട്ടിച്ചളയവര്. അങ്ങനെയൊക്കെ വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മള് നഷ്ടത്തിൽ പോയായിരുന്നു അല്ലെ? പിന്നെ പോയി ഒരുപാട് കാശ് എന്റെ പോയിട്ടുണ്ട്. അത്തരത്തിൽ നഷ്ടത്തിൽ പോയിട്ടും ചേട്ടൻ അതെങ്ങനെ മാനേജ് ചെയ്തു? അത് പിന്നെ കുറെ നാൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഈ പറഞ്ഞാല് ക്ഷീര ഇതിനകത്തുള്ള 40,000 രൂപ നമുക്ക് പശു എടുക്കാനായിട്ട് തരും. അതെടുക്കും, ഒരു പശു എടുക്കും. അങ്ങനെ നമ്മ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നാണ്. അല്ലെങ്കിൽ പറഞ്ഞാല് നമ്മളെല്ലാം പൊട്ടി തകർന്നു പോകും. ഇപ്പൊ തൊഴുത്തിൽ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ പാലുള്ള പശു ഏതാട്ടാ? ഏറ്റവും കൂടുതൽ പാലുള്ളത് ഇവിടുന്ന് രണ്ടാമത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന പശുക്കൾ മാത്രമേ പാല് കിട്ടുള്ളൂ. അങ്ങനെ അല്ലേ? അത് നല്ല പശു നമ്മ നോക്കി എടുത്തു കഴിഞ്ഞാല് നമുക്ക് പാല് കിട്ടും. നമ്മളെ നാട്ടിലുള്ള പശു രണ്ടാമത് ഇതല്ലേ? അടിപൊളി. ഇതിന് കാലത്ത് എന്തോരം പാലുണ്ട് ഇപ്പൊ നമുക്ക്? കാലത്ത് ഇപ്പൊ ഒരു 10-11 ഉണ്ടാവുള്ളൂ. പെറ്റിട്ട് 10-18 ദിവസമൊക്കെ ആയുള്ളൂ. അതായത് പാല് തെളിഞ്ഞു വന്നു. ഇത്തവണ നമ്മ പ്രതീക്ഷിക്കാൻ പറ്റൂല. ചൂട് കൂടുതലായോണ്ട് ചിലപ്പോ ചൂട് കൂടുമ്പോ ഈ HF-ഉം ജേഴ്സിയൊക്കെ ഏത് പശു ആണെങ്കിലും അതുങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചൂട് താങ്ങാനാവൂല. എന്റെ എന്ന് പറഞ്ഞാല് ഞാനൊരു ദിവസം 5 പ്രാവശ്യം 6 പ്രാവശ്യമൊക്കെ കുളിപ്പിക്കും. ഡോക്ടർമാര് പറയണത് കുളിപ്പിക്കരുത് നനക്കരുതെന്നൊക്കെ പറയും. അത്തരത്തിൽ കുളിപ്പിക്കാൻ പാടില്ല. കാല് കുളമ്പ് ഇപ്പോഴും ഡോക്ടർ അവിടെ പറഞ്ഞത് തന്നെയാണ്. അധികം കുളിപ്പിച്ചു കഴിഞ്ഞാല് കുളമ്പൊക്കെ ഇതായി പോകും. ശരിയാണ്, കുളമ്പ് കംപ്ലൈന്റ് ആയി പോകും. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പശുവിനെ നമ്മൾ കുളിപ്പിച്ച ആ പശു ഒരു 3 മാസത്തിനുള്ളിൽ വീണു. ആ കാല് കുത്താതെ 3 പശുവാണ് എന്റെ പോയ. അങ്ങനെയല്ലേ? 77,000 രൂപ വെച്ച് വില വന്ന പശുക്കൾ 15 ലിറ്റർ പാലൊക്കെ കിട്ടിയിരുന്ന ചോദിച്ചു. കിടന്നാ ഇതിനേക്കാൻ പറ്റില്ല. എനിക്കത് ഇങ്ങനെ കാണിക്കും. അവരെങ്ങനെ കുളിപ്പിക്കാൻ പാടില്ല, കൂടുതൽ അങ്ങനെ കുളിപ്പിക്കാൻ പാടില്ല. അവര് കുളിപ്പിക്കാറില്ല. അവര് ഈ പറഞ്ഞാല് പറമ്പില് മേയ്ക്കും, കൊണ്ടുവന്ന് കെട്ടും, മേയ്ക്കും കെട്ടും. അവര് കുളിപ്പിക്കലില്ല. നമ്മളാണ് ഇവിടെ കുളിപ്പിക്കല്. നമ്മ ഇവിടെ വന്നുകൊണ്ട് പശുവിനെ കുളിപ്പിക്കലും ഇവിടത്തെ ചൂടും കൂടി വരുമ്പോഴേക്കും പശു ടൈലേറിയ വരും. ടൈലേറിയ വന്നു കഴിഞ്ഞാല് ഞാൻ ഡോക്ടറെ വിളിച്ച് ചെയ്യും. പിന്നെ നമ്മുടെ ഹോമിയോ അങ്കമാലിലൊരു ഹോമിയോ ഉണ്ട്, ക്ലാസിക്. അവിടുത്തെ വറീസ് ഡോക്ടറെ വിളിച്ച് ഞാൻ പറയുന്നുണ്ടും ഡോക്ടറെ എനിക്ക് ഇങ്ങനെ ഒരു പശു വന്നിട്ടുണ്ട്, അതിന്റെ മരുന്ന് കൊടുത്തു വിടണമെന്ന് പറയുമ്പോൾ ഓട്ടോറിക്ഷക്ക് ഞാൻ പോകാറില്ല. ഇപ്പൊ വണ്ടി ഓടിച്ച് പോകാറില്ല. ആ ഡോക്ടർ അത് കൊടുത്ത് വണ്ടി ഇവിടുന്ന് ഓട്ടോറിക്ഷ സ്ഥിരമായിട്ട് പോണേന്ന്. ആ പുള്ളി പോയി ആ മരുന്ന് മേടിച്ചുകൊണ്ടെന്ന് ഇവിടെ കൊണ്ടുവന്ന് തന്നു കഴിയുമ്പോഴേക്കും ഒരു 1000 രൂപ താഴെയൊക്കെ വരുള്ളൂ. അവര് തന്നെയാണ് ഈ ടോണിക്കൊക്കെ, ലിവർ ടോണിക്കാണ് സംഭവം. ഇതെന്തിനു കൊടുക്കണം? ലിവറിനുള്ള ഈ പശുക്കൾക്ക് ഏറ്റവും കൂടുതൽ വന്നത് തീറ്റ എടുക്കാതെ വരുമ്പോ പശുവിന് നമ്മ ഇഞ്ചക്ട് ഒക്കെ ചെയ്യുമ്പോ ലിവർ ടോണിക്കും കൂടി കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ലിവറിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പണിയാണ്. ഈ ഇതൊക്കെ വന്നാൽ ലിവറിന് എന്തായാലും വരും. ഈ ടൈലേറിയ നാപ്ലാസ്മേ ഇവിടെ ഒരെണ്ണം എന്റെ ചത്തുപോയതാണ്. പക്ഷേ 16 ലിറ്റർ പാലുണ്ടായതാണ്. പശു ഒരു 2-3 മാസം കറന്നു കഴിഞ്ഞപ്പോഴേക്കും പശുവിന് ഇതേപോലെ തന്നെ ടൈലേറിയ നമുക്കറിയില്ല. അന്ന് 16 കാലത്ത് 16 ഉച്ചക്ക് 9 ലിറ്റർ പാലുണ്ടാവും. അത്രയും വലിയ അടിപൊളി പശുവായിരുന്നു. ആ പശു എനിക്ക് ഒരു 3 മാസം 3.5 മാസം ഞാൻ കറന്നിട്ടും പാലിൽ കുറവൊന്നും ഉണ്ടായില്ല. അപ്പോഴേക്കാണ് ഈ അസുഖം വന്നത്. പക്ഷേ ഡോക്ടർ വന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തെങ്കിലും അത് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇൻഷുറൻസ് ഉണ്ടായി. അതിന്റെ പേരിൽ നമ്മ ഇവിടെ കിടന്നത് ചത്ത് കഴിഞ്ഞപ്പോഴേക്കും അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ലിവറും അതിന്റെ പതിരൊക്കെ നമ്മ കാണണം. ആകെ പോയായിരുന്നു. ലിവറൊക്കെ ആട് വീർത്ത് പഴുത്തു. ഭയങ്കര ബ്ലഡ് ഉണ്ടാവൂല. ബ്ലഡും പോവും. അങ്ങനെയാണല്ലോ. ബ്ലഡ് ഉണ്ടാവൂല. ബ്ലഡ് വെള്ളമായി പോവും, പറ്റി പോവും.
നമുക്കൊരു ഒരു ഇതെന്താണ് അസുഖം ഒന്നും കൂടി അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോയില്ലേ. അതാണ് ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് പശുവിനെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ കൂടുതലും ചത്തു പോണത്. ആൾക്കാർക്ക് അറിയില്ല. ഇപ്പൊ പശുവിന് എന്ത് അസുഖം ഉണ്ടെങ്കിലും പശു എന്താണ് ഭക്ഷണം കഴിക്കാത്തത് എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സംഭവമൊക്കെ ബ്ലഡ് ടെസ്റ്റ് ഞാനിപ്പോ ടെസ്റ്റ് ചെയ്യാറില്ല. പിന്നെ എങ്ങനെയാ നമ്മൾ കൊണ്ടുവന്ന പശുവിന് അപ്പൊ തന്നെ മരുന്ന് നമ്മൾ ചെയ്തിരിക്കും. അങ്ങനെയാണല്ലേ. ഇന്നിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് പശു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഡോക്ടറെ വിളിച്ചു പറയും, റീസൺ ഡോക്ടറെ. ആ പശുവിന്റെ മരുന്നുകൾ കൊടുത്തിടും. അപ്പൊ ആ പശുവിന് പിന്നെ ആ പശു തീറ്റ എടുക്കാതെ വരില്ല. അപ്പൊ നമ്മൾ തീറ്റ കൊടുത്തു, കുളിപ്പിച്ചു, ഇനിയിപ്പോ പുല്ല് കൊടുക്കാണല്ലേ. തീറ്റ കൊടുത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പുല്ലിട്ട് കൊടുക്കും. ഇനി ഒരു 3:30 ആകുമ്പോഴേക്ക് ഞാൻ ഇച്ചിരി വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കും. കറവ എത്ര മണിക്കാ ശരിക്കും ഇപ്പൊ തുടങ്ങും ഞാൻ. അങ്ങനെയാണോ? 1:30 മണിക്ക്. 1:30 തുടങ്ങിയ ഈ പറഞ്ഞ പാല് ഇന്നിപ്പോ വൈഫ് ഒരു സ്ഥലത്ത് പോയേക്കണ കാരണം മകൻ പാക്ക് ചെയ്ത് തരും. ആണല്ലേ, ഓക്കെ ശരി. ഇന്ന് സൺഡേ കൂടി ആണല്ലോ അല്ലേ. അവൻ രാത്രിയൊക്കെ പോണ. അവന് 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴാണ് പോണ. അവൻ വന്നത് വെളുപ്പിന് 4 മണിക്കാണ്. അപ്പൊ പിന്നെ ഉറക്കവും ഇതൊക്കെ അല്ലേ. ഈ സമയത്ത് കിടന്ന് ഉറങ്ങിയിരിക്കുള്ളൂ. അതാണ് ഈ ആളെ കാണാത്ത. ആളകത്തുണ്ട്. നമ്മുടെ തൊഴുത്തിലുണ്ടായ ആ കുട്ടിക്ക് ഇപ്പൊ എത്ര പ്രായം ഉണ്ട് ചേട്ടാ? അതിനിപ്പോ ഒരു 1.5 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ആദ്യത്തെ മതി വന്നത് അപ്പൊ എത്ര മാസത്തിലാണ് ശരിക്കും? 9 മാസത്തിലും മതിച്ചു. ശരി, നമ്മൾ 9 മാസത്തിൽ തന്നെ കുത്തിവെച്ചു. 9 മാസത്തിൽ മതിച്ചിട്ട് ഞാനൊരു 2 മാസം ഇങ്ങനെ തള്ളി കൊണ്ടുപോയി. ശരി, എല്ലാം മതി. 11 മാസമായപ്പോ കുത്തിവെച്ചു. അപ്പൊ ഡോക്ടറോട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഇപ്പൊ കുത്തണ്ട സജീവ, അത് അവിടെ നിക്കട്ടെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പ്രായമായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇനിയിപ്പോ 3 മതിയും കഴിഞ്ഞു, 4ാമത് മതിച്ചിരിക്കുകയാണ്. ഇനി അതിനെ വിട്ടു കഴിഞ്ഞാല് ശരി പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത്ര നേരത്തെ മതിക്കാൻ കാരണം എന്തായിക്കോട്ടാ? ഇവിടെ ഈ കൊടുക്കണതേ ഇപ്പൊ നമുക്കറിയാലോ, ഈ സുപ്രീമില് ഉള്ള ഇത് പ്രോട്ടീനും മറ്റേ ഇതൊക്കെ പശുവിന് ക്രാക്കൾക്ക് കിട്ടിക്കഴിഞ്ഞാല് ശരി ക്രാക്കൾ പെട്ടെന്ന് മതിക്കും അല്ലേ. മറ്റേ കേരള ഫീഡിന്റെ തീറ്റ കൊടുത്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ വരെ കുഴപ്പമില്ല. ക്രാക്കളൊക്കെ പെട്ടെന്ന് മതിക്കും. പെട്ടെന്ന് കുറച്ച് വലിപ്പം വെക്കും. അതിനകത്തുള്ള ഇതൊക്കെ കൂടുതലാണ്, മനസ്സിലായി. അതാണല്ലോ പാലും കൂടുതൽ കിട്ടണത്. ശരി, അപ്പൊ അതനുസരിച്ച് ആ പശു കുട്ടികൾക്ക് അതിന്റെ ആ ഹോർമോൺ ചെല്ലുമ്പോ മതി ഉണ്ടാവും. ഇപ്പൊ എത്ര മാസം ചെനയാള്? ഇപ്പൊ അത് 5 മാസം ചെനയാണ്. അടിപൊളി. 1.5 വയസ്സുള്ള പശുക്കുട്ടി ഇപ്പൊ 5 മാസം ചെന. 5 മാസം ചെനയാണ്. ഈ കാണുന്ന വൈറ്റ് ആയതുകൊണ്ട് ആരെങ്കിലും ചോദിച്ചോ വിൽക്കുന്നുണ്ടോന്ന് ചോദിച്ചാ? ആൾക്കാര് ക്ലാവിനെ അതിനെ തരുമോന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിച്ചത് ഇപ്പൊ ഇനി ചോദിക്കരുത്. അതിനെ ഞാൻ എന്റെ മക്കളുടെ വയറ് നോക്കണ കുട്ടിയാണ്. ഞാൻ വിളിച്ചോടുത്ത് വരും. ശരി, അമ്മണി എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അവള് അപ്പൊ തന്നെ അമ്മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് അപ്പൊ തന്നെ നോക്കിയിരിക്കും. അതിന്റെ തള്ള ഈ പറഞ്ഞവരെ ചത്തുപോയി. തള്ളക്ക് തള്ളക്ക് 10-14 രൂപ പാലുണ്ടായതാണ്. തള്ളനാ ഞാൻ കാലത്ത് മാത്രം 14 കിട്ടിയായിരുന്നു. അടിപൊളി, നല്ല പശുമായിരുന്നു. അത്ര ഉള്ള പശു ഇവിടെ ഇല്ല. അതിന്റെ തള്ളയുടെ അത്ര ഉള്ളത് എന്ന് പറഞ്ഞാല് ഞാൻ തുടങ്ങിയ സമയത്ത് ഒരു പശുവിനെ വാങ്ങിച്ചിട്ട് അതിനെ 600 രൂപ കൊടുത്ത് ഞാനൊരു 30 എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ എടുത്താണ്. അതിനകത്തുണ്ടായ കുട്ടിയാണ്. അങ്ങനല്ലേ. ഭയങ്കര വലുപ്പവുമായിരുന്നു. ഇതിന്റെ ഡബിൾ ഉണ്ടായി. ഇത് അതനുസരിച്ച് ഇനി ഇത് വലുതാവണം പോകണമല്ലോ. പ്രായത്തിലായിട്ടില്ല. ഇപ്പൊ ഞാനത് ഈ തീറ്റനായിട്ടൊക്കെ ഇത്തിരി മടി കാണിക്കണ്. ചൂട് ഡോക്ടറോട് ചോദിച്ചു എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ആവശ്യത്തിനുള്ള തടിയൊക്കെ അതിനുണ്ട്, ഇനിയിപ്പോ അതിന് വേറെ ഒന്നും ചെയ്യണ്ട, അത് തിന്നണോ, ഇനി പറ്റി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കി മതി. ആൾക്ക് ചെറിയൊരു പേടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. പേടി എന്ന് പറഞ്ഞാൽ ഒരാളെ കാണാത്ത ആള് അവൾ ഓടിക്കളയും. പിന്നെ അവളെ നമ്മ കെട്ടിയിട്ടല്ല വളർത്തണ, അവരഴിഞ്ഞിടക്കാണ്. ഈ അഴിഞ്ഞിടക്കണവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളായിട്ട് ഇത്തിരി ഇത് കുറയും. നമ്മളെപ്പോഴും ചെല്ലണവരോട് കെട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെന്ന് തീറ്റയും കൊടുത്ത് ഇതാവും. പിന്നെ പുറത്തുള്ളവരൊരാള് വരുമ്പോ അവർക്കറിയാലോ അതിന്റെ ആള് വേറെയാണ് കാര്യം അറിയാൻ പറ്റും. ഇത് വന്നത് നമ്മളെ നോക്കണ ആളാണ്. ഈ കാണുന്ന ചാണകത്തിന്റെ വിൽപ്പന എങ്ങനെയാട്ടാ? ചാണകം എനിക്ക് ഈ ഓട്ടോറിക്ഷക്ക് കയറ്റിക്കൊണ്ടു പോകുമ്പോ അവര് 200 രൂപ എനിക്ക് തരും. പിന്നെ ഉണക്കി വിൽക്കാനുള്ള വകുപ്പ് ഉണക്കി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ മഴക്കാര് വെച്ചപ്പോ ഞാൻ അവിടെ ഒന്നും ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് അത് ഉണക്കി ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. ആ തൊഴുത്തിലൊക്കെ ഉണങ്ങി കിടക്കാണ്. അത് നമ്മള് വാരി ശരിക്കും അപ്പുറത്തെ തൊഴുത്തിലും പശു ഉണ്ടായിരുന്നതാണ് നമുക്ക് ശരിക്കും ഉണ്ടായിരുന്നതാണ്. പിന്നെ നമ്മളൊരു അവസ്ഥ കൊണ്ട്
പറിക്കണ്ട. നമ്മുടെ അവസ്ഥയിൽ പോയി പശുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ അന്നേരത്ത് പൈസയുടെ ആവശ്യം നമുക്ക് കാണുന്നില്ല. ശരി ശരി. അപ്പൊ നമ്മള് കുറച്ച് പശുവിനെ കൊടുക്കാതെ പറ്റൂല. 5-6 ലക്ഷം രൂപ നമ്മ ഉണ്ടാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാല് നമ്മുടെ കയ്യിൽ വേറെ പൈസ ഉണ്ടായിട്ടല്ല നമ്മുടെ പശുക്കൾ ഇങ്ങനെ നിൽക്കണത്. അതെ അതെ അതെ. നമ്മൾ ഒരു ലോണൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്താണ് പോണത്. ഒരിക്കലും പശുവിനെ വളർത്തി ലോൺ തീരൂല. അങ്ങനെയാണോ? ഇപ്പോഴത്തെ കണ്ടീഷൻ ഒട്ടും തീരൂല എന്ന് പറഞ്ഞാല് ഇന്ന് 30 രൂപ കൂടി, നാളെ 20 രൂപ കൂടി. സൈലേജ് ഇപ്പൊ വന്നത് ഇപ്പൊ എന്താണ് 30 രൂപ കൂടി ഉണ്ട് ആ ചാക്കിന്. അതിങ്ങനെ മാസം മാസം കൂടിക്കൊണ്ടിരിക്കല്ലേ. ഇപ്പൊ പെട്രോൾ വില കൂടി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ കൊണ്ടുവന്ന ആൾക്കാരും എല്ലാവരും കൂടി അത് നല്ലൊരു പൈസ വരും. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലാഭത്തിൽ നിന്നല്ലേ പോണം. അതെ അതെ അതെ. പറഞ്ഞാല് ഇപ്പോഴത്തെ അവസ്ഥയില് നമുക്ക് ഇത്രയൊക്കെ എന്താ പറയാ വിലക്കയറ്റം ഉണ്ടെങ്കിലും നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ലേ? നമ്മള് വീടുകളിൽ പാല് കൊടുക്കുന്ന കാരണം പിടിച്ചു വെക്കാം. 75 ലിറ്റർ പാല് നമ്മ ഒരു ദിവസം കൊടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ 75 ലിറ്റർ 75 വീടുകളായിരിക്കുമല്ലോ, മിക്കവാറും ഒരു 100-100 വീടുകൾ ഉണ്ടാവോ? 75 വീടുകളിൽ ആയിരിക്കൂല എന്ന് പറഞ്ഞാല് 1/2 ലിറ്റർ വെച്ചൊക്കെയാണ് കൊടുക്കണം. വീടുകളുണ്ടാവും എന്ന് പറഞ്ഞാൽ 1/2 ലിറ്റർ വെച്ചൊക്കെയാണ് മിക്ക ആൾക്കാരും മേടിക്കണം. 1 ലിറ്റർ 3/4 ലിറ്റർ ഒക്കെ നിസ്സാര പേരുള്ളൂ. 1 ലിറ്ററുകാരാണെങ്കിൽ നമുക്ക് പിടിപിടിന്ന് കൊടുക്കാം, കുപ്പിയിൽ ആക്കി കൊടുക്കാം. ഇത്രയും വീടുകൾ അപ്പൊ എങ്ങനെ കണ്ടുപിടിച്ച ചേട്ടൻ? ഇത്രയും നമ്മ ഒരു സ്ഥലത്ത് പാലുകൊണ്ട് നോക്കുമ്പോ അടുത്ത ആള് നമ്മളാ പിറ്റേ ദിവസം ആ നേരം നോക്കിക്കല്ലേ. ഞാൻ 6:30 മണിക്ക് എന്തായാലും ഇവിടുന്ന് പോകും. ഈ കറവക്കാരൻ വന്നാലും കൊള്ളാം, വന്നില്ലെങ്കിലും കൊള്ളാം. അവൻ വന്നില്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ഇരുന്ന് കറക്കും. കറന്നിട്ട് നമ്മളോട് പോകും. കറന്നിട്ട് ഞാൻ എന്റെ പാക്ക് ചെയ്യാനുള്ളത് ഞാൻ പിടിപിടിന്ന് കൊടുക്കും. ബാക്കിയുള്ള ഡയറി കൊടുക്കാനുള്ളത് കൊടുത്തും വിടും. 6:30 ഞാൻ എന്തായാലും പോകും. അല്ലാതെ കറവക്കാരൻ വന്നിട്ടാ ഞാൻ പശുവിനെ കറക്കുള്ളൂ എന്നുള്ള ഇതില്ല. അത്തരത്തിലൊരു വാശിയും നമുക്കില്ല. അത് അവരെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവയ്ക്ക് ഒന്നില്ലെങ്കിൽ ഇപ്പൊ അവയ്ക്ക് പാടുണ്ടാവൂല, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി. ഞാനിവിടെ വെളുപ്പിന് എനിട്ടിട്ട് നമ്മുടെ കറവക്കാരനെ ഇവിടുന്ന് മിസ് കോള് വിട്ടിട്ടാണ് അവനെ എഴുന്നേക്കണം. ഓ അങ്ങനെയാണോ? അല്ലാതെ അവരൊന്നും വെളുപ്പിന് എഴുന്നേക്കൂല. തമിഴ്നാട്ടുകാര് അവിടെ കിടന്ന് ഉറങ്ങും. അപ്പൊ വെളുപ്പിന് ഞാൻ ഇവിടുന്ന് 5-6 പ്രാവശ്യമൊക്കെ അടിക്കുമ്പോഴാണ് അവനെ എഴുന്നേക്കണത്. എനിക്ക് പിന്നെ അവൻ ബാത്റൂമിലൊക്കെ പോയി ഇവിടെ വരുമ്പോഴേക്കും ഞാനിവിടെ ഒരു 3-4 കറന്ന് ഞാൻ കറക്കും. ഇവിടെ കറവ കൃത്യസമയം ആ സമയത്ത് തന്നെ കറക്കും. 5 മണിക്ക് തന്നെ കറക്കും. ശരി. അപ്പൊ ഒറ്റ ചോദിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാണ്. ഈ കണ്ണ തൊഴുത്ത് പണിതിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? തൊഴുത്ത് വന്നിട്ട് ഒരു 13 കൊല്ലത്തോളമായിട്ട്. നമുക്ക് ഇതിപ്പോ മെയിൻ്റെനൻസ് എല്ലാം വന്നിട്ടുണ്ടോ? മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഒരുപാട് മെയിൻ്റെനൻസ് ഉറപ്പുണ്ട്. നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റൂല. ഇനി തൊഴുത്തൊക്കെ മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിൽ ഇനി എക്സ്ട്രാ പൈസ നമ്മ ഉണ്ടാക്കണം. ബ്ലോക്ക് വഴിയായിട്ടൊക്കെ നമുക്ക് കിട്ടും. ഞാൻ എഴുതി കൊടുത്താൽ കിട്ടും. അപ്പൊ എന്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് ഒരു വീട് പണിയണം. വീട് പണിയണമെങ്കിൽ നമ്മള് വീട് 60 കൊല്ലത്തെ പഴക്കമുണ്ട്. വീടൊക്കെ പഴയതായി. അപ്പൊ ഞാൻ ഈ ഭാഗം കൊടുത്തിട്ട് അവിടെ എവിടെയെങ്കിലും വാടകക്ക് ഒരു ഇത്തിരി സ്ഥലം വാങ്ങിച്ചൊരു 6 പശുവൊക്കെ വെച്ചൊക്കെ കടമുള്ളത് വീട്ടാം. ഇത് നമ്മൾ അടുത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അത് അവർ വാടക കൊടുക്കാനുള്ളതാണ്. ഈ സ്ഥലം കച്ചവടം ചെയ്തൊരു വീട് പണിയണം. എന്നിട്ട് ഒരു 5-6 പശുവൊക്കെ മതി. അപ്പൊ ഈ പറഞ്ഞാല് 2 പശു ഇതിന്നും ഞാൻ മറ്റേ കൃഷ്ണഗിരി പോയിട്ട് 6 പശുവൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3-4 പശു പാലുള്ള പശു. ഇപ്പൊ ആ മറ്റേ ക്ഷീര അവരുടെയൊക്കെ ഫാമിലി നല്ല ചെല്ലാറുണ്ടല്ലോ, കാണാറുണ്ട്. അപ്പൊ പശുവിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ കാണാറുണ്ട്. പശുക്കള് അത്തരത്തിലുള്ള പശുക്കളെ നിർത്തുമ്പോൾ നമുക്ക് ചൂടൊക്കെ ഒന്ന് കുറച്ച് പിന്നെ രൂപ മേലെ വരും. കുഴപ്പമില്ല. നമുക്ക് ആ പശു പെറ്റ് നമുക്ക് പിന്നെ അവര് പറയുന്ന രീതിയിൽ ഇപ്പൊ പശു ഒപ്പം മതിച്ച് അപ്പൊ തന്നെ നമ്മ ഇവിടെ 6 മാസം കഴിയാതെ നമുക്ക് കുത്തുവെക്കൂല. പാല് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. പാലുള്ള പശുക്കളാണെങ്കിൽ നമുക്ക് കുത്തുവെക്കാം. അത്തരത്തിലുള്ള പശുക്കൾക്ക് നീണ്ട കറവയും കിട്ടും. നീണ്ട കറവ കിട്ടും. അത്യാവശ്യം അത് തന്നെ ഉദ്ദേശം. ചേട്ടൻ ഇപ്പൊ ഒറ്റയ്ക്കുള്ള എല്ലാ കാര്യം ചെയ്യാൻ എല്ലാ കാര്യം എന്നിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം പാല് കറക്കുന്നു, അത് പാക്കറ്റ് ചെയ്യുന്നു, കൊണ്ടുപോയി കൊടുക്കുന്നു. അതൊക്കെ നമ്മൾ തന്നെയാണ്. അത്യാവശ്യം മാന്യമായിട്ട് തന്നെ ജീവിക്കാനുള്ള വകുപ്പുണ്ട് ഇതിൽ. ഇപ്പൊ ചേട്ടന്റെ ഈ ഒരു പശു വളർത്തൽ കണ്ട് ഈ ഒരു മേഖലയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താ ചേട്ടൻ പറയാനുള്ളത് ഒന്ന് പറയാൻ പറ്റും? എനിക്ക് പറയാനുള്ളത്, ഒരാളെ കൂട്ടു വിളിച്ച് ചെയ്യാൻ പാടില്ല. ഷെയർ എന്ന് പറയുമ്പോ ഇണങ്ങി പോവില്ല, ശരിയാവില്ല. പിന്നെ നമ്മള് സ്വന്തം പണി അറിയാത്തവര് ഈ മേഖലയിൽ വന്നാല് പൊട്ടിപ്പോകും. പശുവിനെ കറക്കാൻ അറിയാത്തവര് പിന്നെ അധികം പശുവൊന്നും ആദ്യം എടുക്കരുത്. 2 പശുവുമ്പോ തുടങ്ങുക. അതിന്റെ അസുഖങ്ങൾ എന്താണെന്ന് അറിയാം. ഇപ്പൊ അതിന് തീറ്റ എടുക്കണില്ല, അതിന്റെ അടുത്ത് കൊടുക്കണം മരുന്നുകള്,
ഒരു ഡോക്ടർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ. അതെ അതെ അതെ. അപ്പൊ ആ ഊഹം വെച്ച് നമുക്ക് ഇന്ന ഗുളിക കൊടുത്താൽ അത് മാറും, ഇന്ന ഗുളിക കൊടുത്താൽ അതൊക്കെ നമ്മൾ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. ഓക്കെ ഓക്കെ. എപ്പോഴും നമുക്ക് ഡോക്ടറെ പ്രതീക്ഷിച്ച് ചെല്ലാൻ പറ്റൂല. പിന്നെ ഒരു പശു പ്രസവിക്കേണ്ട സമയമാകുമ്പോൾ നമുക്ക് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്ന് പറഞ്ഞാൽ തൊഴുത്തിൽ അതിനെ പുറത്ത് കെട്ടി അത് നോക്കി അത് പ്രസവം അടുത്തിട്ടുണ്ട അത് നോക്കാനുള്ള അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുക. ഈ ഒരു 2 പശു 3 പശുവൊക്കെ മേടിച്ചിട്ട് എന്നിട്ട് കൂടുതൽ പശു മേടിച്ച് സ്വന്തമായിട്ട് തന്നെ ഒരു പണിക്കാരെ നിർത്തി ഈ മേഖല 25,000 കൊടുത്തു കഴിഞ്ഞാൽ അത് വിജയമല്ല. വിജയം എന്ന് പറഞ്ഞാൽ നിസ്സാര ലാഭം നമ്മൾ കൊടുക്കണ പശുവിൻ്റെ 1,00,000 രൂപ കൊടുത്ത് മേടിക്കണതിൻ്റെ ആ ഒരു ലാഭം കിട്ടുമോ? കിട്ടൂല. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാം. അല്ലാതെ വേറൊരാളെ നിർത്തിക്കൊണ്ട് നമ്മളൊരു ഈ ക്ഷീരമേഖലയിൽ രക്ഷപ്പെട്ടു പോലാകുന്നതും പുല്ലും നമ്മൾ സ്വന്തമായിട്ട് നട്ടുപിടിപ്പിക്കാവുന്ന ഒരു ഇതിനകത്ത് പോകണം. പിന്നെ തീറ്റയാണെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കണം. സൈലേജ് കൊടുത്തു കഴിഞ്ഞാൽ തീറ്റ നമുക്ക് കുറച്ച് കൊടുക്കാം. 2 നേരം സൈലേജ് കൊടുക്കണം. ആ ഒരു പാലൊക്കെ നന്നായിട്ട് കിട്ടും. പാല് കിട്ടും. പശുവിന് കംപ്ലൈന്റും കുറയും. നല്ല സൈലേജ് കൊടുക്കുകയും ചെയ്യണം. സൈലേജ് മോശമായ സൈലേജ് ഒക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പശു സൈലേജ് എടുക്കുന്നത് ഒരാൾക്ക് കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ നല്ല സൈലേജ് ആയിരുന്നു. ഈ തവണത്തെ ഞാൻ പൊട്ടിച്ച് കാണിച്ചു കൊടുത്തു. ഈ സൈലേജ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് സൈലേജ് ഒരു ഇച്ചിരി വെള്ളത്തിന്റെ കൂട്ടൊക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് നല്ല ഡ്രൈ ആയിട്ടിരുന്ന നമ്മൾ വാരി കഴിഞ്ഞാൽ പൊലിയണം. ഇത് കിടന്നോടത്ത് കിടക്കണ സൈലേജ് ചീഞ്ഞ മാരായി കൊള്ളത്തില്ല. ചീഞ്ഞ മാരാകുമ്പോഴാണ് അത് നിക്കണം. പക്ഷെ മറ്റേന്ന് പറഞ്ഞാൽ നമ്മ ഇങ്ങനെ വാരി കിട്ടി കഴിഞ്ഞാൽ പൊലിഞ്ഞങ്ങോട്ട് പോയാണ്. അത് കർണാടകയുടെ കൊണ്ടുവന്ന പുള്ളി. അത് നല്ല സൈലേജ് ആയിരുന്നു. ഇതവണ വന്ന സൈലേജ് നല്ലതാണെന്ന് പറഞ്ഞപ്പോ ഞാൻ വെറുതെ പൊട്ടിച്ചു നോക്കിയപ്പോ വാരി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സൈലേജ് നമുക്ക് പറ്റത്തില്ല. പറഞ്ഞു വിട്ടേക്കാണ്. അറിയാവുന്നവര് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ സൈലേജ് വെള്ളത്തിൽ കിടക്കുന്ന സൈലേജ് ഒക്കെ ഉണ്ട്, അത് കൊള്ളൂല. അത് പൂപ്പലുണ്ടാവും. അതുകൊണ്ട് ആൾക്കാർ കൊടുക്കും. പശുവിനൊക്കെ അസുഖമായി. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു അസുഖങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. അത്യാവശ്യം സമാധാനമായിട്ട് ജീവിക്കാം. അങ്ങനെയാണെങ്കിൽ ജീവിക്കാം. ശരി. അപ്പം സജീവൻ ചേട്ടൻ്റെ ഈ ഒരു വിലപ്പെട്ട സമയം എനിക്കിട്ട് ചെലവഴിച്ചത് നന്ദി. അപ്പോൾ സജീവൻ ചേട്ടൻ്റെ ഈ ഒരു ആഗ്രഹങ്ങളെല്ലാം ഇനിയും സഫലീകരിക്കട്ടെ. ഇനിയും ആരോഗ്യവും ബലമൊക്കെ ദൈവം തരട്ടെ. ഇനിയും ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സജീവൻ എന്ന കർഷകൻ 10 പശുക്കളെ വളർത്തി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത് എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ മറ്റൊരാളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ നമസ്കാരം.